വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടോ? റീയൂസ്ഡ് കണ്ടന്റ് വരും എന്നുള്ളൊരു പേടി ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നത് എന്നുള്ള അങ്ങനെയുള്ള ചാനലുകാർക്ക് മോണിറ്റൈസേഷൻ ലഭിച്ചതിന് ശേഷം റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെട്ട് കൊളാബ് വീഡിയോ ആണ് ചെയ്തത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 യൂട്യൂബ് റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയിൽ ഒത്തിരി ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയതിന് ശേഷം നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ടോ? എങ്കിൽ യൂട്യൂബിൻ്റെ ന്യൂ മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച്, റീയൂസ്ഡ് മോണിറ്റൈസേഷൻ പോളിസി അനുസരിച്ച് ഞാൻ ഈ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി റീയൂസ്ഡ് കണ്ടന്റ് വരും എന്നുള്ളൊരു പേടി വേണ്ട. ഞാനിപ്പോൾ സൈഡ് സ്ക്രീനിലൂടെ എന്താണ് യൂട്യൂബിന്റെ ന്യൂ റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി എന്ന് കാണിച്ചു തരാം. അത് കൃത്യമായിട്ട് വായിച്ച് എന്താണെന്നുള്ള കാര്യം പറഞ്ഞു തരാം. ഇതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ലൈക്കും കമൻറ്റും ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും യൂട്യൂബിന്റെ ന്യൂ റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസി എന്തൊക്കെയാണെന്ന്. അതിൽ ഈസ് കണ്ടന്റ് ദാറ്റ് ഈസ് നോട്ട് ക്ലിയർലി യുവർ ഓൺ ഒറിജിനൽ ക്രിയേഷൻ. ഇവിടെ പറയുന്നത് നിങ്ങൾ റീയൂസ്ഡ് കണ്ടന്റ് ഉപയോഗിച്ചിരിക്കാം, പക്ഷേ അത് ക്ലിയർ ആയിട്ടല്ല നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ക്രിയേഷനും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. It may already be an YouTuber or another online source. You have no added significant original commentary, substantive modification or educational or entertainment value. Some example of content that could be flagged as violating this policy. ഇതിൽ പറയുന്നത് യൂട്യൂബിന്റെ ന്യൂ റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയെ പറ്റിയാണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. അപ്പോൾ ആ പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കോമ്പിലേഷൻ ഓർ ക്ലിപ്സ് എഡിറ്റഡ് ടുഗദർ വിത്ത് ലിറ്റിൽ ഓർ നോ നറേറ്റീവ്. എക്സാമ്പിൾ ഇൻക്ലൂഡ് സ്പോർട്സ്, മൂവി, ഗെയിം പ്ലേ. അതായത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ മൂവി പാർട്സോ സ്പോർട്സിൻ്റെ പാർട്സോ ഇല്ലെന്നുണ്ടെങ്കിൽ ഗെയിം പ്ലേയോ എങ്ങനെ എന്തെങ്കിലും ക്ലിപ്സ് മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അപ്ലോഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മോണിറ്റൈസേഷൻ ലഭിക്കില്ല. ഇനി നമുക്ക് മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അതിൽ കിട്ടുക എന്ന് വെച്ചാൽ, മറ്റൊരാൾ നോക്കുമ്പോൾ അത് നമ്മുടെ കണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് എഡിറ്റ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയുള്ളൂ. അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടില്ല. ഇനി മോണിറ്റൈസേഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് മറ്റൊരാൾ കാണുമ്പോൾ അത് നമ്മുടെ കണ്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുന്ന തരത്തിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് വരില്ല. ആ കണ്ടന്റുകൾക്ക് നമുക്ക് മോണിറ്റൈസേഷൻ ലഭിക്കുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ പോയിന്റ്സിനെ പറ്റി പറയാം. ഷോർട്സ് വീഡിയോസ് കമ്പൈൽഡ് ഫ്രം അതർ സോഷ്യൽ മീഡിയ. അതുപോലെ നിങ്ങൾ മറ്റ് സോഷ്യൽ മീഡിയകളിൽ നിന്നും വീഡിയോസ് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്താൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് സോങ് ഫ്രം ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റ് ഈവൻ ഇഫ് യു ഹാവ് ദെയർ പെർമിഷൻ. ഇതിൽ പറയുന്നത് നിങ്ങൾ പല പല ആർട്ടിസ്റ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത സോങ് എഡിറ്റ് ചെയ്ത് റീമിക്സ് ചെയ്ത് നമ്മുടെ ചാനലിൽ അതുപോലെ ഉപയോഗിച്ചാൽ പോലും നമുക്ക് അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അവരുടെ പെർമിഷൻ വാങ്ങി ആ ഒരു ക്രെഡിറ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നാൽ പോലും നിങ്ങളുടെ ചാനലിൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സിൽ ഇപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് തോന്നിക്കാണും. ഞാൻ അത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ആയിട്ട് പറയാം. മറ്റ് ആർട്ടിസ്റ്റുകളിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത സോങ് അതുപോലെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ് തരുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കണ്ടന്റ് അപ്ലോഡ് മെനി ടൈം ബൈ അതർ ക്രിയേറ്റേഴ്സ് വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് കമന്ററി ഓർ എഡിറ്റിംഗ്. ഇതിൽ പറയുന്നത് നിങ്ങൾ പല പ്രാവശ്യം മറ്റൊരാളുടെ കണ്ടന്റ് ഉപയോഗിക്കുകയും അത് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് നിങ്ങളുടേതായിട്ടുള്ള കണ്ടന്റിൽ ഉൾപ്പെടാതിരിക്കുകയും അതിൽ കമന്ററി നൽകാതിരിക്കുകയും ചെയ്താൽ ആ ഒരു കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ
അങ്ങനെ അപ്ലോഡ് ചെയ്യാതെ നമ്മുടെ വോയിസ് ഓവറും കൂടെ നൽകി നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടന്റ് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടാതെ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള യൂട്യൂബിന്റെ മെയിൻ റീയൂസ്ഡ് കണ്ടന്റ് മോണിറ്റൈസേഷൻ പോളിസിയെ പറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒത്തിരി പേര് റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ റീയൂസ്ഡ് കണ്ടന്റ് വന്നത് എന്നുള്ള കാര്യവും കൂടി ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഇതൊരു ഡിവോഷണൽ ചാനലാണ്. അവർക്ക് റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയതിന് ശേഷമാണ് അവർ എന്നെ സമീപിച്ചത് ഇനി എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അവരുടെ ചാനൽ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായത് അവർ മുഴുവനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഗൂഗിളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആണ്. ഇതോട്ട് വോയിസ് ഓവർ ആണ്, പല സോങ്സ് ആണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചാനലുകാർക്ക് മോണിറ്റൈസേഷൻ ഒരിക്കലും കിട്ടില്ല. ആ കണ്ടന്റുകളെല്ലാം റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഇങ്ങനെ ഡിവോഷണൽ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ക്ലിക്ക് ചെയ്ത ഫോട്ടോസോ നിങ്ങളുടെ വോയിസ് ഓവറോ ഫേസോ ഒക്കെ നൽകി നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ അത് റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെടും. ഈ മറ്റൊരു കാറ്റഗറിയിൽ പെടുന്ന റീയൂസ്ഡ് കണ്ടന്റ് കിട്ടിയ ചാനലിനെ പരിചയപ്പെടാം. ഇവർ ചെയ്യുന്നത് മലയാളം സീരിയൽസിന്റെ റിവ്യൂ ആണ്. അവരുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ അയച്ചപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയില്ല. റെപ്പറ്റേറ്റീവ് കണ്ടന്റ് എന്നും റീയൂസ്ഡ് കണ്ടന്റ് എന്നും പറഞ്ഞു വന്നു. അപ്പോൾ അത് എന്താണ് അവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ അവർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ മുഴുവൻ അവർ സീരിയൽസിന്റെ പല പല ഫോട്ടോസ് എടുത്ത് ക്ലിപ്പായിട്ട് ഉപയോഗിച്ച് അവരുടെ വോയിസ് ഓവർ നൽകിയാണ് വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് യൂട്യൂബിന് പല പല വീഡിയോസ് അങ്ങനെ ഒരേ ഫോട്ടോസ് ക്ലിപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് റെപ്പറ്റേറ്റീവ് കണ്ടന്റ് ആയിട്ട് തോന്നിയാണ് മോണിറ്റൈസേഷൻ നൽകാതിരുന്നത്. ഇങ്ങനെ കണ്ടന്റ് ചെയ്യുന്ന യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് ഓവറും ഫേസും ഒക്കെ കാണിച്ചുകൊണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അതുപോലെ ഒരേപോലെ തോന്നുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക. ഈ മോണിറ്റൈസേഷൻ ലഭിച്ചതിന് ശേഷം റീയൂസ്ഡ് കണ്ടന്റിൽ ഉൾപ്പെട്ട് മോണിറ്റൈസേഷൻ കട്ടായി പോയ ഒരു ചാനലിനെ പരിചയപ്പെടുത്താം. ഇവർ അവരുടെ ചാനലിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വേഗത്തിൽ കൂടുന്നതിന് വേണ്ടിയിട്ട് കൊളാബ് വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ കൊളാബ് വീഡിയോയുടെ പോളിസിക്ക് യൂട്യൂബിന്റെ പോളിസി കൊണ്ട് കൊളാബ് വീഡിയോ എങ്ങനെ ചെയ്യണം എന്നുള്ളത് അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ അത് കയറി കാണുക. അപ്പോൾ കൊളാബിന്റെ പോളിസിക്ക് എതിരായിട്ടാണ് അവർ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ മോണിറ്റൈസേഷൻ യൂട്യൂബ് കട്ടാക്കിയത്. ഇനി മോണിറ്റൈസേഷൻ കിട്ടിയവർക്കായിട്ട് പറയാം, നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയല്ലോ, ഇനി നമ്മുടെ ചാനലിൽ എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കുന്നവർ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മുടെ ചാനലിൽ നമ്മുടെ യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചുള്ള വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യൂട്യൂബ് നമ്മുടെ മോണിറ്റൈസേഷൻ കട്ടാക്കും. ഇനി നമ്മുടെ അപ്പീലിന് പോയാലും നമ്മുടെ ആ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അപ്പീലിന് പോകാനും കഴിയുള്ളൂ. അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. യൂട്യൂബിന്റെ പോളിസിക്ക് അനുസരിച്ച് മാത്രം വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.